ജസ്റ്റ് പടം കണ്ടിറങ്ങിയതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു കിൽ എന്ന് പറഞ്ഞ മൂവി. ഓരോ ഷോയ്ക്കും ഹൗസ്ഫുൾ ആയിട്ടാണ് ഇവിടെ ഓടുന്നത്, പടം ഓടുന്നത് തന്നെ. ഇവിടെ ഹെവി ക്രൗഡാണ്. അടുത്ത ഷോയ്ക്കുള്ള ആളാണ് ഇപ്പൊ നിൽക്കുന്നത്. ഷാർജ സിറ്റി പോളിസിൽ കിടിലൻ തിരക്കാണ്. മാർക്കോ സിനിമയുടെ തിരക്കാണത്. ഹലോ ഗൈസ്, അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു തിരക്ക് ഒരു സിനിമയ്ക്കും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഉണ്ണിമൂന്തൻ്റെ മാർക്കോ സിനിമ കാണാൻ വേണ്ടി ഷാർജ സിനിപോൾസിലാണ്. ഈ ഷോയ്ക്ക് ഞങ്ങളാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് കയറുന്നത്. ഞങ്ങൾ കയറിയപ്പോഴത്തേനും സീറ്റെല്ലാം ഫുള്ളായിരിക്കുകയാണ്. ഹൗസ്ഫുൾ ഷോ ആയിരുന്നു ഷോ. നമ്മൾ മാർക്കോ കണ്ടിട്ട് ഇപ്പൊ ഇന്റർവെൽ ആയിട്ടേ ഉള്ളൂ. ഇന്റർവെല്ലിൽ കിടില ഇന്റർവെൽ പഞ്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ബാക്കിയുടെ കണ്ടിട്ട് വരാം. ഇവിടെ ഹെവി ക്രൗഡാണ്. അടുത്ത ഷോയ്ക്കുള്ള ആളാണ് ഇപ്പൊ നിൽക്കുന്നത്. ഷാർജ സിറ്റി പോളിസിൽ കിടിലൻ തിരക്കാണ്. എക്സ്ക്യൂസ് മീ, ഒന്ന് വിട്ടേക്കോ. നമ്മൾ ഇന്റർവെല്ലിൽ ഇറങ്ങിയാണ്. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, സോറി. ഓടിയോ ഓടിയോ സിംബു മിസ്സാ ഇല്ല. കറക്റ്റ് ടൈമിങ്, കറക്റ്റ് എക്സാക്ട് ടൈമിങ്. അയാളുടെ ഡിമാൻഡുകളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ്. മരണമാസ് പടം കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് പടം കണ്ടിറങ്ങിയതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു കിൽ എന്ന് പറഞ്ഞ മൂവി. അത് നമ്മുടെ മൊബൈലിലാണ് കണ്ടത്. അപ്പം ഇത് അതിനുശേഷം അതിലൊക്കെ ഏറ്റവും ലെവലിൽ നിൽക്കുന്നൊരു പടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ചിലർക്കൊക്കെ ഒരിക്കലും കണ്ണടച്ചു പോകുന്ന സീൻ, അതായത് കണ്ടു നിൽക്കാൻ ഒരിക്കലും പറ്റാത്ത കുറേ സീൻസ് ഉള്ള പടം. എന്തായാലും ഫാമിലിക്ക് ഏതായാലും ഇച്ചിരി പാടായിരിക്കും ഈ പടം കണ്ടുപോകാനായിട്ട്. പക്ഷേ അതിന് മേക്കിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഇതേ രീതിയിലൊരു വയലൻസ് ഉള്ള രീതിയിലൊരു പടം എടുത്തിട്ടില്ല. ക്യാമറ വർക്കും സംഭവങ്ങളെല്ലാം കിടുവാണ്. പിന്നെ ആക്ഷൻ രംഗങ്ങൾ, അതിൻ്റെ കൊറിയോഗ്രാഫി, പിന്നെ അതിൻ്റെ ക്യാമറ ഇത്രയും ചടുലമായിട്ട്, പിന്നെ കുറേ സീൻസ് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഇത്രയും എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് പടം, പക്ക ഡാർക്ക് പടമാണ്. അപ്പം അത്യാവശ്യം മനക്കെട്ടിയുള്ളവർ മാത്രം പോയിരുന്ന് കണ്ടാൽ മതി. അല്ലാതെ നോർമലായി ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പടമല്ല. അത് നേരത്തെ തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരുമാതിരിയുള്ള സീൻസെല്ലാം കണ്ടത്, എന്നാൽ പോലും ചില സീൻസിലൊക്കെ ഞാൻ കണ്ണടച്ചു പോയി. അത്രയ്ക്കും ഹൃദയഭേദമായ ചില രംഗങ്ങളുള്ള പടമാണ്. എന്തായാലും ഒരു ഭയങ്കര വലിയൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. കാരണം അത്രയ്ക്ക് രീതിയിൽ ഡാർക്കായിട്ട് ഈ ഒരു പടം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ളത്, ഈ ഒരു പടത്തിൽ ഇത്രയും സെൻസർ കട്ട് ചെയ്യാതെ ഈ പടം എങ്ങനെ റിലീസായി എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും അന്യായമാണ്. ഈ മനക്കെട്ടുള്ളവർ മാത്രം കണ്ടാൽ ഞാൻ റെക്കമെൻഡ് ചെയ്തു. എന്തായാലും ഒരു നല്ല ഭയങ്കര ഒരു പരീക്ഷണവും ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങളും പുള്ളി ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, പുള്ളി ഈ തോക്കൊക്കെ യൂസ് ചെയ്യുന്ന സീൻസൊക്കെ ആയിട്ട് എല്ലാം കിടിലായിട്ടുണ്ട്. എന്തായാലും മനക്കെട്ടിയുള്ളവർ മാത്രം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടമാണ്. കില്ലിനൊക്കെ മുകളിൽ നിൽക്കുന്നൊരു പടമാണ്. അപ്പം എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ടേക്ക് കെയർ. ഇപ്പോൾ ഷാർജ സിനിപോൾസ് ആണ് ഇപ്പോൾ ഷോ കണ്ടിറങ്ങി. മുമ്പ് കണ്ട മാസ് ആക്ഷൻ ഫിലിമായിരുന്നു അനിമൽ ആൻഡ് കിൽ മൂവിനെക്കാളും ഡബിൾ ഇരട്ടി മാസ് ആക്ഷനാണ് ഇതിനകത്ത് ഉണ്ണിമൂന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്നാ പറയുക, നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. ക്രൗഡ്, അതായത് ഓരോ ഷോയ്ക്കും ഹൗസ്ഫുൾ ആയിട്ടാണ് ഇവിടെ ഓടുന്നത്, പടം ഓടുന്നത് തന്നെ. ഇപ്പം പടം കണ്ട് ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണുക. എന്നാ പറയുക, കോരിത്തെരിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും ത്രില്ലിംഗ് മൊമെന്റ്സുമാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇത് ഞാൻ പറ്റുമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കാണും. അതുപോലെ ആക്ഷനാണ് ഈ പടത്തിൽ. എന്നാ പറയുക, ത്രില്ലിങ്. അതുപോലെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിള്ളേരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പടം കണ്ടു കഴിഞ്ഞാൽ പേടിക്കും കുറച്ച്. പക്ഷേ യുവാക്കൾക്ക് എന്നാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം കണ്ടിട്ട് നിങ്ങളും അഭിപ്രായം പറയുക.